ഇന്ത്യ പാക് സംഘർഷം സർവകക്ഷി യോഗം ചേർന്നു. കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി. വട്ടത്തൊടി ഗദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. പൂഞ്ചിലെ ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. പാക് പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് കരസേനാ മേധാവി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേർന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സൈന്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം കര, വ്യോമ, നാവിക സേനകൾ വിലയിരുത്തി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേനകൾ സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോട് അവശ്യവസ്തുക്കളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകി. ജമ്മുവിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. SSLC പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് ശേഷം ഫലം പ്രഖ്യാപിക്കും. ഇത്തവണ 72 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നത്. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളുമുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഗദീജയുടെ കന്നുകുട്ടിയെയാണ് ചത്തത്. ഇന്ന് പുലർച്ചെ ജനവാസ മേഖലയിൽ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിലാണ് പുലിയിറങ്ങിയത്. പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് കന്നുകുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 1 മാസം പ്രായമായ കന്നുകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചുകടന്ന് തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടം മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കൊടിയേറ്റം നിർവഹിക്കും. താന്ത്രിക ചടങ്ങിന് പ്രാധാന്യം നൽകുന്ന ഉത്സവത്തിൽ ആചാര്യ വരണ ചടങ്ങിന് ശേഷമാണ് കൊടിയേറ്റം നടക്കുക. ക്ഷേത്രം തന്ത്രിമാരായ നഗരമണ്ണ്, അണിമംഗലം, തരണനെല്ലൂർ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാര്യവരണം. കുളമൺ മൂസാണ് ചടങ്ങ് നിർവഹിക്കുക. പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച കൂർച്ചം, പുതിയ കൊടിക്കൂറ, മണി, മാല എന്നിവ ആവാഹിച്ച് പൂജിക്കും. തുടർന്ന് പാണികൊട്ടി പുറത്തു വന്ന് കൊടിമര പ്രദക്ഷിണം ചെയ്ത് പൂജ നടത്തിയാണ് കൊടിയേറ്റം നിർവഹിക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച രാത്രി 9:15 നടക്കും. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4-ാം വാർഡിൽ തോട്ടുപുറത്ത് ബാലൻ മകൻ 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വെമ്പലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു പ്രണവ്.
പ്രസിദ്ധമായ കാട്ടാക്കാമ്പാൽ പൂരത്തിന്റെ കൊടിയിറങ്ങി. ഇന്നു രാവിലെ കാളി ദാരിക വാക്പോരിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. വ്യാഴം പുലർച്ചെ പാലക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് പടനയിച്ച കാളിയെയും ദാരികനെയും പൂരത്തിനെത്തിയ കൊമ്പന്മാർ അനുഗമിച്ചു. നടപ്പുരമേളത്തിനു ശേഷം കാളിയാണ് വാക്പോരിന് തുടക്കം കുറിച്ചത്. ദാരികപട വാക്പോര് ഏറ്റുപിടിച്ചതോടെ കുപിതയായ കാളി തേര് പൊളിച്ച് യുദ്ധത്തിനൊരുങ്ങി. പേടിച്ചോടിയ ദാരികൻ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരുന്നു. കൊല്ലാനെത്തിയ കാളിയോട് കൊല്ലരുതേയെന്ന് ദാരികൻ കാലു പിടിച്ചെങ്കിലും പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. തിടമ്പേറ്റിയ കൊമ്പനെ കിരീടവും വാളും ഒഴിഞ്ഞതിനു ശേഷം കൊമ്പൻ കൊടിമരം തള്ളിയതോടെ പൂരത്തിന് സമാപനമായി. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗണേഷ് ശിവജി, വിനീത് മൂത്തമ്മാവ്, സുനിൽ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാതല നഴ്സസ് വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നഴ്സുമാർ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു കെ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഷീജ MS, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സജിത KC, നഴ്സിംഗ് ഓഫീസർ NB സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്നായി 200-ലധികം നഴ്സുമാർ സെമിനാറിൽ പങ്കെടുത്തു. ഐക്കരക്കുന്നിൽ വീടിന് സമീപത്തിരുന്ന ബൈക്ക് റോഡിന് കുറുകെയിട്ട് കത്തിച്ചതായി പരാതി. ഐക്കരക്കുന്ന് സ്വദേശി മുണ്ടോക്കാരൻ വീട്ടിൽ ആന്റണി ഫ്രാൻസിസിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ജനതാദൾ എസിന്റെ തൃശൂർ ജില്ലാ ഭാരവാഹിയാണ് ആന്റണി ഫ്രാൻസിസ്. ബൈക്ക് കത്തിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്ന് വ്യക്തമല്ല. ജനതാദൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. എന്റെ സുഹൃത്ത് ഇന്നലെ കൊണ്ടുപോയ ബൈക്കാണ് ഈ കാണുന്നത്. ഇത് ഇന്നലെ എന്റെ സുഹൃത്തിന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ട് റോഡാണ്, ടാറട്ട് റോഡാണ്. അതിന് കുറുകെ വെച്ച് കത്തിച്ച രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇവിടെ കുറെ ഉണ്ട്. അവരെ നിലനിർത്താനായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, SIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇത്തരത്തിലുള്ള നിലപാടുകൾ നമ്മൾ ഇനിയും ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കൊണ്ട് നമ്മൾ ഇത് പറയുന്നത്. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 10-11 തീയതികളിലായി തൃശൂരിൽ നടക്കും. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച രാവിലെ 11-ന് HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 10-ന് തെക്കേ ഗോപുരനടയിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനവും തുടർന്ന് വിവേകോദയം സ്കൂളിൽ പൊതുസമ്മേളനവും നടക്കും. HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MN സുരേഷ്, ഷാജി വടകര, UB രതീഷ്, AR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി AKA റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ നിര്യാതനായി. 87 വയസ്സായിരുന്നു. എറിയാട് അയ്യാറിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രകളെ പ്രണയിച്ചിരുന്ന AKA റഹ്മാനെ സൈക്കിളായിരുന്നു ജീവിതം. കെനിയയിലെ നെയ്റോബിയയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻകുമാറുമൊത്താണ് സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമിട്ടത്. സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം എന്നിവയിൽ ഡിപ്ലോമകളും
ധനതത്വശാസ്ത്രത്തിൽ MA ബിരുദവും നേടിയിട്ടുള്ള AKA റഹ്മാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദേശീയോദ്ഗ്രന്ഥനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. യാത്രയോടുള്ള പ്രണയം കൊണ്ട് തന്റെ വീടിന് യാത്ര എന്ന് പേര് നൽകി AKA റഹ്മാൻ. പുതിയ തലമുറയ്ക്ക് അപരിചിതനാണെങ്കിൽ കൂടി കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ AKA റഹ്മാനും സൈക്കിളിനും ഒരിടമുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ചാവക്കാട് വട്ടേക്കാട് നേർച്ചയോടനുബന്ധിച്ച് പ്രദേശത്തെ 2 ക്ലബ്ബുകളിലെ യുവാക്കൾ തമ്മിൽ നടന്ന അടിപിടിയുടെ തുടർച്ചയായി ചേരിതിരിഞ്ഞ് വീണ്ടും ഏറ്റുമുട്ടിയ 8 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടേക്കാട് സ്വദേശികളായ രായമരക്കാർ വീട്ടിൽ മാനവ്, പണിക്ക വീട്ടിൽ കൊട്ടിലുങ്ങൽ സുഹൈൽ, പണിക്ക വീട്ടിൽ സാലിഹ്, ചാവക്കാട് കണ്ണിക്കുത്തി പുതുവീട്ടിൽ അബി, കറുകമാട് കറുപ്പം വീട്ടിൽ ജിംഷാദ്, കറുകമാട് അറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷെഹുസിൻ, ബ്ലാങ്ങാട് രായമരക്കാർ വീട്ടിൽ അബ്ദുൽ ഹസീബ്, കറുകമാട് അറക്കൽ വീട്ടിൽ സുബൈർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏറ്റുമുട്ടിയത്. കേസിൽ ചാവക്കാട് കണ്ണിക്കുത്തിയിൽ താമസിക്കുന്ന റഹബ് ഒളിവിലാണ്. ഉദ്ഘാടനത്തിനൊരുങ്ങി തിരുവില്ലാമല പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവില്ലാമലയുടെ ടൂറിസം സാധ്യതകൾക്ക് സഹായകരമാകുന്ന വഴിയോര വിശ്രമ കേന്ദ്രം സംസ്ഥാന ടൂറിസം വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തിരുവില്ലാമലയിലെ നവസംരംഭകനായ നൌഫൽ ആനമലയാണ് ലേല നടപടികൾ പൂർത്തിയാക്കി നടത്തിപ്പവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രതിമാസം 31,600 രൂപ വാടകയ്ക്കാണ് നൌഫൽ ലേല നടപടികളിലൂടെ സ്വന്തമാക്കിയത്. ഉന്നത നിലവാരമുള്ള കഫ്റ്റീരിയ അടക്കമുള്ള സൗകര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്ക് എന്ന ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഉണ്ടാവുക. ടൂറിസം ഡിപ്പാർട്ട്മെന്റും ശുചിത്വ മിഷനും 10 ലക്ഷം രൂപ പദ്ധതിക്ക് വേണ്ടി നൽകുകയും ഗ്രാമപഞ്ചായത്തോട് 20 ലക്ഷം രൂപയും കൂടി ചേർത്ത് 30 ലക്ഷം രൂപയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ദൂരയാത്ര ചെയ്ത് വരുന്ന ആളുകൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനും അവർക്ക് ഒരു താൽക്കാലിക വിശ്രമത്തിനുമുള്ള സംവിധാനം അവിടെ തീർച്ചയായും ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. യുവാർ പ്രദീപ് MLA അധ്യക്ഷനായിരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യമാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. TCV തിരുവില്ലാമല. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ശനിയാഴ്ച സാമൂഹിക പരിവർത്തന സദസ്സ് സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2-ന് ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ നടത്തുന്ന സാമൂഹിക പരിവർത്തന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, സംസ്ഥാന ട്രഷറർ ഏലിയാസ് ജേക്കബ്, SC/ST വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര, ജില്ലാ പ്രസിഡന്റ് ബൈജു കൊരേച്ചാൽ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞിരക്കോട് കൊരട്ടിയാം കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡ് നിർമ്മാണത്തിനുള്ള മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി. SRS മെറ്റീരിയൽസിനും സമീപം കറുകപുത്തൂർ സ്വദേശി രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് മെറ്റൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. സ്ഥല ഉടമസ്ഥനോട് സമ്മതം ചോദിക്കാതെയാണ് വലിയ തോതിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. SRS മെറ്റൽ ഇൻഡസ്ട്രിയുടെ അടുത്തുള്ള ഒരു പറമ്പാണ് ഈ കാണുന്നത്. ഇത് സ്ഥിരമായിട്ട് ഓരോ കോൺട്രാക്ടർമാർ മാറി മാറി മെറ്റലടിക്കുകയും ഇതൊക്കെ കുറേശ്ശെ റോഡ് പണിക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 1-2 പ്രാവശ്യം ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, റോഡ് പണിക്കല്ലേ, നാട്ടുകാരുടെ ഒരു ആവശ്യമില്ലേ, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള റോഡ് പണിയല്ലേ. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർ, ഇതിപ്പോൾ ആരും അറിയാത്ത രീതിയിൽ രാത്രി കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ള മെറ്റലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുള മുറിക്കാൻ വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇത് എൻ്റെ ബന്ധുവിൻ്റെ ഒരു വസ്തുവാണ്. അദ്ദേഹം വയ്യാതെ കിടപ്പിലായതുകൊണ്ട് എന്നോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എൻ്റെ മുള ഒന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് പറമ്പൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി ഞാൻ ഈ പറമ്പിൽ വന്നപ്പോഴാണ് ഈ ജാതി സംഭവങ്ങൾ. സ്ഥിരമായിട്ട് മാലിന്യം നിക്ഷേപിക്കൽ ഇവിടുത്തെ ഒരു പതിവായിട്ടുള്ള സംഭവമാണ്.
അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. തൃശൂർ ജവഹർ ബാലഭവനിൽ ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. വാർത്താ സമ്മേളനത്തിൽ പി കെ കൊച്ചുരാമൻ, പി കെ സാജൻ, സുനിൽ അക്കര, വി കണ്ണൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ടി എം നാസർ, സി എസ് രവീന്ദ്രൻ, സി സി ബാബുരാജ്, പി എം എ ജബ്ബാർ, സജയ് വയനപ്പിള്ളി, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, പി എ അഫ്സൽ, പി എ നജ്മുദ്ദീൻ, ടി എസ് ശശി, സുരേഷ് കൊച്ചുവീട്ടിൽ, അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി, വി എസ് ജിനേഷ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങി. 2700 കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുരയിൽ എത്തിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങ ചെത്ത് ആരംഭിച്ചു. വിവിധ കൺവീനർമാരായ കെ ഡി ജോസ്, ആൽബർട്ട് തരകൻ, വി ആർ ജോൺ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ്, പി ജെ വിൻസെന്റ്, കെ ഒ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാചകപ്പുരയിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നത്. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 നൈവേദ്യ പൂജയ്ക്കു ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന നേർച്ചയൂട്ട് ഞായറാഴ്ച 2 മണിവരെയും തുടരും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പള്ളിയുടെ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ച ആകർഷകവും ചാരുതയുമുള്ളതുമായ മെഴുകുതിരി സ്റ്റാൻഡുകൾ വഴിപാടായി ലഭിച്ചു. സോജൻ കുത്തൂരാണ് പള്ളിക്ക് ഇരുവശത്തും സ്ഥാപിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് വഴിപാടായി നൽകിയത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മെഴുകുതിരി സ്റ്റാൻഡിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ, ട്രസ്റ്റിമാരായ പി യൂസ് പുലിക്കോട്ടിൽ, കെ ജെ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, പി ആർ ഒ റാഫി നീലങ്കാവിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാള, വെണ്ണൂർ, ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വലിയമ്പലം, ബലിക്കല്ല്, ഭജനമണ്ഡപം എന്നിവയുടെ സമർപ്പണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. കേന്ദ്രമന്ത്രിയെ ക്ഷേത്രം സമിതി പ്രസിഡന്റ് ടി എൻ പ്രകാശൻ നമ്പൂതിരി, ടി എൻ മുരളീധരൻ നമ്പൂതിരി, ദീപു എൻ മംഗലം, മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി, ടി എൽ സുശീലൻ, ഇ കെ കേശവൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിക്കൊപ്പം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, കൃഷ്ണൻ പാണാട്ട്, ഷാജു മറ്റത്തിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവരും ഉണ്ടായിരുന്നു. സേവനത്തിന്റെ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആക്ട്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസിഡന്റ് കാവിൽ നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി പത്മദാസ് പവിത്ര, ട്രഷറർ ഫരീദ് അലി, കൺവീനർ PL വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCFന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നേതൃയോഗം ചേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
അരിമ്പൂർ 13-ാം വാർഡിലെ ചൈതന്യ കുടുംബശ്രീയിലെ അംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് നടത്തിയ വിമാനയാത്ര വേറിട്ട അനുഭവമായി. 80-കാരിയായ വടക്കൂട്ട് മീനാക്ഷിയും 70 വയസ്സു കഴിഞ്ഞ 4 പേരും 3 കുട്ടികളുമടക്കം 20 പേരാണ് യാത്രയുടെ ഭാഗമായത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഇവരുടെ യാത്ര. വിമാനത്തിൽ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയ ശേഷം ലാൽബാഗ് മ്യൂസിയം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ട ശേഷം രാത്രി ട്രെയിൻ മാർഗമാണ് സംഘം നാട്ടിലേക്ക് മടങ്ങിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറും അമ്മയും യാത്രയിലുണ്ടായിരുന്നു. വാർഡംഗം ഷിമി ഗോപി, കുടുംബശ്രീ അംഗങ്ങളായ രമണി, സാവിത്രി, ഗീത എന്നിവർ നേതൃത്വം നൽകി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നായാടിക്കളിയും ആണ്ടിക്കെട്ടിക്കളിയും കൗതുക കാഴ്ചയായി. ദേശത്തെ ഉത്സവാഘോഷങ്ങളുടെ വരവ് നാട്ടിൽ അറിയിക്കുന്ന പഴയകാല വിളംബര രീതിയാണ് നായാടി സമുദായത്തിലുള്ള പുരുഷന്മാർ നടത്തുന്ന നായാടിക്കളിയും. ഇവരുടെ സ്ത്രീകളും കുട്ടികളും ചേർന്നുള്ള ആണ്ടിക്കെട്ടിക്കളിയും കാട്ടക്കാമ്പാൽ വിളംബരമാണ് ദേശത്തുള്ള വീടുകളിൽ ഇവർ എത്തിയത്. അരിയും പണവും ആഹാരവും നൽകിയാണ് ഇക്കൂട്ടർ തിരിച്ചയക്കാറ്. ദേവീദേവസ്തുതികൾ ഈണത്തിൽ പാടി വടികളിൽ താളമിട്ടുമാണ് നായാടിക്കളി. ഇടക്ക രൂപത്തിലുള്ള വാദ്യോപകരണമാണ് ആണ്ടിക്കെട്ടിക്കളിയിൽ ഉപയോഗിക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,351 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാക് സംഘർഷം, സർവകക്ഷി യോഗം ചേർന്നു. കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി. വട്ടത്തൊടി ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽ മാണിക്യ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.